ഹലോ എവ്രി വൺ, വെൽക്കം ടു 99 അക്കാദമി. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഒരു 30 GK സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ മൂന്നാമത്തെ എപ്പിസോഡാണിത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ISROയുടെ സ്പേസ് ഡോക്കിംഗ് ദൗത്യത്തിൻ്റെ പേര്. ISROയുടെ സ്പേസ് ഡോക്കിംഗ് ദൗത്യത്തിൻ്റെ പേരെന്ത്? ഉത്തരം സ്പൈഡക്സ്. ISROയുടെ സ്പേസ് ഡോക്കിംഗ് ദൗത്യത്തിൻ്റെ പേര് സ്പേഡക്സ് എന്നാണ്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ്. ISROയുടെ സ്പേസ് ഡോക്കിംഗ് ദൗത്യത്തിൻ്റെ പേര് സ്പേഡക്സ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഒരേയൊരു ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഒരേയൊരു ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം 1976 42-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ള ഭരണഘടനാ ഭേദഗതി 1976 42-ാം ഭരണഘടനാ ഭേദഗതി. മൂന്നാമത്തെ ചോദ്യം, മലമ്പനിക്ക് കാരണമാകുന്ന പ്രോട്ടോസോവ. മലമ്പനിക്ക് കാരണമാകുന്ന പ്രോട്ടോസോവ പ്ലാസ്മോഡിയം വൈവാക്സ്. മലമ്പനിക്ക് കാരണമാകുന്ന പ്രോട്ടോസോവ പ്ലാസ്മോഡിയം വൈവാക്സ്. മലമ്പനിക്ക് കാരണമാകുന്നത് പ്രോട്ടോസോവയാണ്. ഏത് പ്രോട്ടോസോവയാണത്? പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന പ്രോട്ടോസോവയാണ് മലമ്പനിക്ക് കാരണം. നാലാമത്തെ ചോദ്യം, ഗംഗാ നദിയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദി. ഗംഗാ നദിയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദി ഏതാണ്? ഉത്തരം ബ്രഹ്മപുത്ര. ഗംഗാ നദിയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം കൊടുക്കുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. അഞ്ചാമത്തെ ചോദ്യം, മദ്യനിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. മദ്യനിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഉത്തരം ആർട്ടിക്കിൾ 47. നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 47. ആറാമത്തെ ചോദ്യം, ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ഉത്തരം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയരോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ബാക്ടീരിയ മൂലമാണ് ക്ഷയരോഗം ഉണ്ടാകുന്നത്. ഏത് ബാക്ടീരിയയാണ്? അത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്നാണ് ബാക്ടീരിയയുടെ പേര്. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഏഴാമത്തെ ചോദ്യം, എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ തടാകം. എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ തടാകം. ഉത്തരം ശാസ്താംകോട്ട തടാകം. എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ തടാകം ശാസ്താംകോട്ട തടാകം. എട്ടാമത്തെ ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം പാലക്കാട്. എവിടെയാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം? പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയ ഭേദഗതി. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയ ഭേദഗതി 61-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റിയ ഭേദഗതി 61-ാം ഭരണഘടനാ ഭേദഗതി. പത്താമത്തെ ചോദ്യം, ഡോക്ടർ എന്ന് വിളിപ്പേരുള്ള പ്രാദേശികവാദം. ഡോക്ടർ എന്ന് വിളിപ്പേരുള്ള പ്രാദേശികവാദം ഹർമാറ്റൻ. ഡോക്ടർ എന്ന് വിളിപ്പേരുള്ള പ്രാദേശികവാദം ഏതാണ്? ഹർമാറ്റൻ ആണ് ഡോക്ടർ എന്ന് വിളിപ്പേരുള്ള പ്രാദേശികവാദം. 11ാമത്തെ ചോദ്യം, പാറ്റഗുളികയായി ഉപയോഗിക്കുന്ന വസ്തു. രാസവസ്തു ഏത്? പാറ്റഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം നാഫ്തലീൻ. പാറ്റഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു നാഫ്തലീനാണ്.
12ാമത്തെ ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം വരയാടുകൾ. നിൽഗിരി താർ എന്നറിയപ്പെടുന്ന വരയാടുകളാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം വരയാടുകൾ. ഇംഗ്ലീഷിൽ നിൽഗിരി താർ എന്ന് പറയും. 13ാമത്തെ ചോദ്യം, നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായി വരുന്ന വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായി വരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം മുത്തങ്ങ വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായി വരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായി വരുന്ന വന്യജീവി സങ്കേതം. ഉത്തരം മുത്തങ്ങ വന്യജീവി സങ്കേതം. 14ാമത്തെ ചോദ്യം, ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം പ്ലാറ്റിനം. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം. 15ാമത്തെ ചോദ്യം, ടൈഫോയിഡ് രോഗനിർണയം നടത്തുന്നതിനുള്ള ടെസ്റ്റ്. ടൈഫോയിഡ് രോഗനിർണയം നടത്തുന്നതിനുള്ള ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ്. എന്തിനാണ് വൈഡൽ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? ടൈഫോയിഡ് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് രോഗനിർണയം നടത്തുന്നത് വൈഡൽ ടെസ്റ്റ് ഉപയോഗിച്ച്. 16ാമത്തെ ചോദ്യം, 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഏതെല്ലാം രീതിയിൽ ഇന്ത്യൻ പൗരത്വം ആർജിക്കാം? ഏതെല്ലാം രീതിയിൽ? 5 രീതിയിൽ ആർജിക്കാം. ഏതെല്ലാം അവ? ബൈ ബർത്ത്, ബൈ ഡിസെൻറ്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഏതൊക്കെ രീതിയിൽ ഇന്ത്യൻ പൗരത്വം ആർജിക്കാം? 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം ആർജിക്കാം. ഏതൊക്കെയാണ്? ബൈ ബർത്ത്, ജന്മസിദ്ധമായി ലഭിക്കുന്ന പൗരത്വം. ബൈ ഡിസെൻറ്റ്, പിന്തുടർച്ചാവകാശം മുഖേന ലഭിക്കുന്ന പൗരത്വം. ബൈ രജിസ്ട്രേഷൻ മുഖേന ലഭിക്കുന്ന പൗരത്വം. ബൈ നാച്ചുറലൈസേഷൻ, ചിരകാല അധിവാസം മൂലം ലഭിക്കുന്നത്. ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി, പ്രദേശ സംയോജനം വഴി ലഭിക്കുന്ന പൗരത്വം. ഈ രീതിയിലെല്ലാം ഇന്ത്യൻ പൗരത്വം ആർജിക്കാം. 17ാമത്തെ ചോദ്യം, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നത് ആർട്ടിക്കിൾ 21A. 18ാമത്തെ ചോദ്യം, പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദി. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദി ഏത്? ഉത്തരം പമ്പ. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നത് പമ്പ. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ബംഗാൾ. 20ാമത്തെ ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവം. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവം. 21ാമത്തെ ചോദ്യം, വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ AR നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? AR നേപ്പ് കമ്മീഷൻ. 22ാമത്തെ ചോദ്യം, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി. ഉത്തരം
കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ഏതാണ്? കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി. 23-ാമത്തെ ചോദ്യം. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരം അഹമ്മദാബാദ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം അഹമ്മദാബാദ്. 24-ാമത്തെ ചോദ്യം. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യമേത്? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ജർമ്മനി. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയത് ജർമ്മനി. 25-ാമത്തെ ചോദ്യം. ബൊക്കോറോ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിക്കപ്പെട്ടത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്? ഉത്തരം റഷ്യ. ബൊക്കോറോ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിക്കപ്പെട്ടത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്? റഷ്യ. 26-ാമത്തെ ചോദ്യം. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകർ. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകർ മോത്തിലാൽ നെഹ്റു, CR ദാസ്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകർ ആരൊക്കെയാണ്? മോത്തിലാൽ നെഹ്റു, CR ദാസ് എന്നിവ. 27-ാമത്തെ ചോദ്യം. കാസിൽ എന്ന പദവുമായി ബന്ധപ്പെട്ട വിനോദം. കാസിൽ എന്ന പദവുമായി ബന്ധപ്പെട്ട വിനോദം ചെസ്സ്. 28-ാമത്തെ ചോദ്യം. വൾക്കനൈസേഷൻ പ്രക്രിയയിൽ റബ്ബറിനോടൊപ്പം ചേർക്കുന്ന പദാർത്ഥം. വൾക്കനൈസേഷൻ പ്രക്രിയയിൽ റബ്ബറിനോടൊപ്പം ചേർക്കുന്ന പദാർത്ഥം ഉത്തരം സൾഫർ. 29-ാമത്തെ ചോദ്യം. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്തരപാളികളുള്ള ആവരണം. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്തരപാളികളുള്ള ആവരണം ഉത്തരം മെനിഞ്ചസ്. എന്താണ് മെനിഞ്ചസ്? മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. 30-ാമത്തെ ചോദ്യം. ജീവകാരുണ്യ പഞ്ചകം രചിച്ചത് ശ്രീനാരായണ ഗുരു. ജീവകാരുണ്യ പഞ്ചകം രചിച്ചതാരാണ്? ശ്രീനാരായണ ഗുരു. 30 ചോദ്യങ്ങളാണ് വീഡിയോയിൽ. റിവൈസ് ചെയ്യുക. താങ്ക് യു.